ഹലോ മക്കളെ, വെൽക്കം ടു റാൻസ്. മക്കളെ, മാത്സിന്റെ എക്സാം നമ്മളിങ്ങനെ വല്ലാതെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മളൊരു ഷോർട്ട് വീഡിയോ നമ്മൾ നിങ്ങൾക്കായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഒരു 20 മിനിറ്റ്സ്, മാക്സിമം 20 മിനിറ്റ്സ് ഒക്കെ ഉള്ള നമ്മുടെ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിന്റെ ഒരു വീഡിയോ. അപ്പൊ അതിനുശേഷം പല മക്കളും പറഞ്ഞു നമുക്ക് LPP എന്ത് ചെയ്യണം എന്നുള്ള ഒരു 6 മാർക്കിനൊക്കെ സുഖസുന്ദരമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് മക്കളെ LPP. അപ്പൊ അത് മിസ് ചെയ്യരുത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് വളരെ ചെറിയ സമയം കൊണ്ട് നമുക്ക് LPP എന്ത് ചെയ്യാം, സുഖസുന്ദരമായിട്ട് പഠിച്ചു നോക്കാം മക്കളെ. ചാപ്റ്ററിന്റെ പേരാണ് ലീനിയർ പ്രോഗ്രാമിംഗ്, അല്ലെ? LPP എന്ന് പറഞ്ഞ പ്രോബ്ലം, അല്ലെ? ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. മക്കൾ ശ്രദ്ധിച്ചോ, ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഞാൻ ആദ്യം വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിക്കാം. ശ്രദ്ധിച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, ആദ്യം ക്വസ്റ്റ്യനിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടോ, ഒരു Z തന്നിട്ടുണ്ട്. ഓക്കെ, Z is equal to 200x plus 500y എന്നൊക്കെ തന്നിട്ട് ഒരു ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാ, ഒരു കൺസ്ട്രെയിന്റ് എക്സ് പ്ലസ് 2y ഗ്രേറ്റർ ദാൻ 10 തന്നു. നമ്മൾ അതിന് അങ്ങനെ ഒന്നും മൈൻഡ് ചെയ്യണ്ട. നമ്മൾ എന്ത് ചെയ്തു, എക്സ് പ്ലസ് 2y ഓക്കെ ഈക്വൽ ടു 10 എഴുതും. ഓക്കെ, എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10 എഴുതും. ഒരു താഴെ ഒരു ബോക്സ്, മനോഹരമായിട്ടൊരു ബോക്സ് വരക്കുക. താഴെ അടിപൊളി ഒരു ബോക്സ് വരച്ചു കൊടുക്കുക. ബോക്സ് ഒക്കെ വരച്ചു. ഇവിടെ എക്സ് കൊടുത്തു, ഇവിടെ എക്സ് കൊടുത്തു, ഇവിടെ വൈ കൊടുത്തു, ഇവിടെ എക്സ് കൊടുത്തു, ഇവിടെ വൈ കൊടുത്തു. ശ്രദ്ധിച്ചോ, ഞാൻ എക്സിന് 0 കൊടുത്താൽ എക്സ് ഇല്ല, അപ്പൊ വൈ മാത്രമേ ഉള്ളൂ. ഇവിടെ വൈ എത്ര ഉണ്ട്, ഇവിടെ 2y ഉണ്ട് അല്ലെ. 2y ഈക്വൽ ടു 10 ആവും. അപ്പൊ ഒരു വൈ എത്രടാ, 5 വരും. ഓക്കെ, ഇനി വൈന് 0 കൊടുത്താൽ അവിടെ വൈ ഇല്ല, എക്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ എക്സ് ഈക്വൽ ടു 10 എന്ന് വരും. പ്രശ്നമുണ്ടോ? ഇനി രണ്ടാമത്തെ ആള് നോക്കടാ. രണ്ടാമത്തെ ആള് ഏതാ? 3x plus 4y equal to 24. 3x plus 4y equal to 24. എടാ, ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബോക്സ് ഒക്കെ വരക്കുക. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണടാ, എക്സ് കൊടുക്കുക, വൈ കൊടുക്കുക. എടാ, ഞാൻ എക്സിന് 0 കൊടുത്താൽ 4y is equal to 24. അപ്പൊ y is equal to 25/4 പറഞ്ഞാല് 6 വരും. ഇനി y 0 കൊടുത്താൽ 3x is equal to 24. x is equal to 24/3, 8 വരും. പ്രശ്നമുണ്ടോ? ഇല്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ? സീറോ ഒന്നുമില്ല. ഇനി ശ്രദ്ധിച്ചോ, ഇനി എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. വേറെന്താ ഇവിടെ പറഞ്ഞത്, എക്സ് വൈ ഒക്കെ പോസിറ്റീവ് ആണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. അതായത് നമ്മൾ പോസിറ്റീവ് മാത്രം വരച്ചാൽ മതി. ഫസ്റ്റ് ഡ്രോ ദ ഫീസിബിൾ റീജിയൻ. നമ്മളോട് വരക്കാൻ പറഞ്ഞ ഒരു ഫീസിബിൾ റീജിയൻ ആണ്. അത് വരച്ചു കൊടുക്കട. ഫീസിബിൾ റീജിയൻ വരച്ചു കൊടുക്കാം. ആദ്യം അതിമനോഹരമായിട്ടൊരു ഗ്രാഫ് വരക്കുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പോയിന്റുകൾ മാർക്ക് ചെയ്യണം. ഇവിടെ 0, ഇവിടെ ഞാനൊരു എന്തൊക്കെ മാർക്ക് ചെയ്യാം നമുക്ക്, 6 വേണം, 8 വേണം, 5 വേണം, 10 വേണം. അപ്പൊ ഞാൻ 2, 4 ഇങ്ങനെ മാർക്ക് ചെയ്യാം. 2, 4, 6, 8, 10. ഇവിടെ അതുപോലെ തന്നെ 2, 4, 6, 8, 10. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചോ, ആദ്യത്തെ പോയിന്റ് നോക്കണം. 0യും 5ഉം എക്സില്, ഇതാണ് എക്സില് 0 ആണെങ്കിൽ വൈയില് 5. ഇതാണ് ആ പോയിന്റ്. എവിടെയാണ് ആ പോയിന്റ്? ഇതാണ് ആ പോയിന്റ്. എക്സില് 5, വൈയില് 5 എന്നുള്ള, അല്ലെ? വൈയില് 5 എന്നുള്ള പോയിന്റ്. അപ്പൊ ആ പോയിന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ മാർക്ക് ചെയ്തു. ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അടുത്ത പോയിന്റ് ഏതാ? വൈയില് 0 ആകുമ്പോൾ എക്സില് 10 എന്ന് പറഞ്ഞാൽ ഇതാണ് ആ പോയിന്റ്. എക്സില് 10 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ്. ഈ രണ്ട് പോയിന്റ് തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് വരക്കുക. ഓക്കെ, ഒന്ന് ജോയിൻ ചെയ്ത് വരക്കുക. ശ്രദ്ധിച്ചോ. ഓഫ്, ഏതാ സാധനം. ഓക്കെ, വരച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എടാ നോക്കടാ, അടുത്ത പോയിന്റ് എടുത്ത്. എടാ, എക്സില് 0 ആകുമ്പോൾ വൈയില് 6, എക്സില് 0 ആകുമ്പോൾ വൈയില് 6. ഇതാണ് ആ പോയിന്റ്. അടുത്തത് നോക്കടാ, വൈയില് 0 ആകുമ്പോൾ എക്സിൽ 8. ഇതാണ് ആ പോയിന്റ്. എക്സില് 8 ഉള്ള പോയിന്റ്. ഇനി ഇത് രണ്ടൊന്ന് ജോയിൻ ചെയ്തേ. ഓ, കിടിലം, സെറ്റ്. രണ്ട് ലൈനും നമ്മൾ വരച്ചു. അടിപൊളിയായിട്ട്. നമ്മൾ വേറൊരു കളർ വെച്ച് വരക്കുന്നത് നന്നായിരുന്നു അല്ലെ? പറ്റുമോ? നമുക്ക് ഒന്നുകൂടെ നോക്കാം. യെസ്, അടിപൊളി. ഓക്കെ, ഇപ്പൊ 2 എണ്ണം നമ്മൾ വരച്ചു. ഇനി മക്കൾ ശ്രദ്ധിക്കുക, ഇനി എന്താ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ.
നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത് ഫീസിബിൾ റീജിയൻ ആണ്. അത് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അത് നമുക്കൊന്ന് കണ്ടെത്താം. ശ്രദ്ധിച്ചു. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അറിയാം എടാ എക്സ് പ്ലസ് 2y ഗ്രേറ്റർ ദാൻ 10 ആണ്. ഞാൻ ഈ ഭാഗം 0 കൊടുത്തു. 0 ഗ്രേറ്റർ ദാൻ 10 ശരിയാണോ? ശരിയാണോ? എടാ 0 ഗ്രേറ്റർ ദാൻ 10 വലുതാണോ? അല്ല, ഇത് ഫാൾസ് ആണ്, തെറ്റാണ്. ഇത് തെറ്റാണ്. അപ്പൊ ഇതിന്റെ ഗ്രാഫ് നോക്ക്. ഇതിന്റെ ഗ്രാഫ് ഏതാ? നമ്മൾ റെഡിൽ വരച്ചതാണ് ഇതിന്റെ ഗ്രാഫ്. തെറ്റാണെന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ്, പുറത്തോട്ട്. നമ്മൾ തെറ്റുകാരൻ മുഴുവൻ നമ്മൾ ഒഴിവാക്കുക ചെയ്യുക. ഇയാളെ ഞാൻ പുറത്തോട്ട് ഒഴിവാക്കുകയാണ്. ഇങ്ങനെ ഒഴിവാക്കുകയാണ്. ഓക്കെ, അതാണ് പുറത്തോട്ട്, ഔട്ട്സൈഡിലേക്ക് ഞാൻ ആരോ ഇട്ടു. ഇനി അടുത്തത് നോക്കടാ. ഇവിടെ അടുത്തത് 3x പ്ലസ് 4y ലെസ് ദാൻ 24. ഇങ്ങനെയുള്ള ഈ സാധനം 0 ആയാൽ 0 ലെസ് ദാൻ 24. ഇത് ശരിയല്ലടാ. 0 ലെസ് ദാൻ ആണ്, ചെറുതാണ്. ഇത് ശരിയാണ്, ട്രൂ ആണ്. അപ്പൊ ട്രൂ ആണെങ്കിൽ നമ്മൾ അടുത്തോട്ട് വിളിക്കണം. അയാളിതാ അടുത്തോട്ട് ഞാൻ വിളിച്ചു. ഓക്കെ, എടാ ഇവർ അകന്നു പോവുകയായിരുന്നു. ഒരാൾ അകന്നു പോകുന്നു, ഒരാൾ അടുത്ത് വരുന്നു. എടാ ഇവർ രണ്ടിന്റെ ഇടയിലെ കോമൺ ആയിട്ടുള്ള ഭാഗമാണ് ഏതടാ? ഈ ഒരു ഭാഗം. ഓക്കെ, ആ കോമൺ ഭാഗത്തിന് ഞാൻ എന്ത് ചെയ്തോടാ? ഒരു കളർ കൊടുക്കുകയാണ്. ഓക്കെ, ആ കോമൺ ഭാഗത്തിന് ഞാനൊരു ഷെയ്ഡ് കൊടുക്കട്ടെ. ഓക്കെ, അവിടെ ഒരു ഷെയ്ഡ് കൊടുത്തു. പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. അതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ കേട്ടോ. ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. അങ്ങനെ ഫീസിബിൾ റീജിയനിൽ മക്കൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം, ഫീസിബിൾ റീജിയൻ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഓരോ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. ഇത് എ, ഇത് ബി, ഇത് സി. പോയിന്റ് എ ഏതാ നിങ്ങൾക്കറിയില്ല, ബി എനിക്കറിയാം, സി എനിക്കറിയാം. ബി ഞാൻ കണ്ടെത്താം. ബി ഏതാടാ? ബി എത്രയിടാം? എക്സില് 0 ആണ് അല്ലെ? എക്സില് 0 ആണ്. വൈയിൽ എത്രയുള്ളതാ? 6. 0, 6 ആണ് ആ പോയിന്റ്. എ ഏതാടാ? എ അല്ലേ? ബി എന്ന് പറയുന്നത് 0, 6 എന്നുള്ള പോയിന്റ് ആണ്. ഇനി സി എന്ന് പറയുന്നത് ഏതാ പോയിന്റ്? 0, 5 എന്നുള്ള പോയിന്റ് ആണ്. സി എന്ന് പറയുന്നത് 0, 5 എന്നുള്ള പോയിന്റ് ആണ്. അപ്പൊ മക്കളെ എ എന്നുള്ള പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? എ എന്നുള്ള പോയിന്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അതൊന്ന് കണ്ടെത്താം. അതെങ്ങനെ കണ്ടെത്താം? ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്താൽ മതി. എടാ 3x പ്ലസ് 4y ഈക്വൽ ടു 24 എന്നുള്ളതും എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10 എന്നുള്ള ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യാം. എടാ മക്കളെ ഇവിടെ ഒരു 3 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു രണ്ട് ഭാഗത്ത് 3x ആയില്ലേ? അപ്പൊ ഞാൻ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? ആ ഇക്വേഷൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3x പ്ലസ് 2 × 3 പറഞ്ഞാൽ 6y ഈക്വൽ ടു 30. ഇനി ഇത് രണ്ട് മൈനസ് ചെയ്ത് നോക്കടാ. ഇത് രണ്ട് മൈനസ് ചെയ്യാൻ പോവാണേ. ഞാൻ മൈനസ് ചെയ്യാണ്. ഓക്കെ, മൈനസ് ചെയ്യാണ്. ഇയാളൊന്ന് എടുക്കണ്ടേ, ഇയാളെടുത്ത് വേണ്ട താഴോട്ട് വെക്കണ്ട്. ശ്രദ്ധിച്ചോ, മൈനസ് ചെയ്യാണ്. മൈനസ് ചെയ്യുമ്പോൾ 3x എന്തായിടാ? കട്ടായി പോയി. ബാക്കി എന്താ ഉള്ളത്? 6y മൈനസ് 4y പറഞ്ഞാൽ 2y ഈക്വൽ ടു 6 എന്ന് വരും. y ഈക്വൽ ടു 3. ഓക്കെ, എടാ ഇവിടെ നോക്കടാ. y ഈക്വൽ ടു 3 ആണെങ്കിൽ നമുക്കറിയാം എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10. y ഈക്വൽ ടു 3 ആണെന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് 2 × 3 ഈക്വൽ ടു 10. അതായത് ഈ ഭാഗം എത്രയുടെ? 6. അപ്പൊ ഈ ഭാഗം എക്സ് എത്ര ആയിരിക്കും? 4. എക്സ് എത്ര ആയിരിക്കും? 4. പ്രശ്നമുണ്ടോ? അപ്പൊ എക്സ് 4 ആണ്. എക്സ് 4 ആണ്, y 3 ആണ്. 4, 3 എന്ന് കിട്ടി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു z ഉണ്ടല്ലോ, അതെടുക്കുക. z എത്ര? z ഈക്വൽ ടു എത്രയുടെ ക്വസ്റ്റ്യൻ z എന്നിരുന്നേ? z എത്ര ക്വസ്റ്റ്യൻ നിന്ന്? 200x പ്ലസ് 500y. ശ്രദ്ധിച്ചോ, ഇത് ഞാൻ ചെയ്യാൻ പോവാണ്. എക്സിന് പകരം ഞാൻ 4 കൊടുത്തു, പ്ലസ് വൈന് പകരം ഞാൻ 3 കൊടുത്തു. ആൻസർ എത്ര വരടാ? ആൻസർ എത്ര വരാ? 800 പ്ലസ്, അതായത് 2300 വരും. ആണല്ലോ? അല്ലടാ, ശരിയല്ലേ? അടുത്തത് ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുക്കാം. അടുത്തത് നോക്കടാ. 200 × 0 പ്ലസ് 500 × 6. 200 × 0 0 ആയി. 500 × 6 പറഞ്ഞാൽ 3000. ഓക്കെ, അടുത്തത് 200 × ഇവിടെ x 0 ആണ്, y 500 × 5. അപ്പൊ എത്രടാ? 2500. ഓക്കെ, 2500. അപ്പൊ ശ്രദ്ധിച്ചോ, ഇവിടെ 3 വാല്യൂ നമുക്ക് കിട്ടി. ഇതിൽ നമ്മളോട് എന്താ ചോദിച്ചേ? മാക്സിമം വാല്യൂ ആണ് ചോദിച്ചത്. മാക്സിമം വാല്യൂ എവിടെ കിട്ടിയ മക്കൾ നോക്കിയേ. മാക്സിമം വാല്യൂ നമുക്ക് എവിടെ കിട്ടിയടാ? നമുക്ക് എവിടെ കിട്ടിയ? 3000-ലാണ്. അതായത് എപ്പോഴാടാ? ആ പോയിന്റ് എക്സ്
എക്സ് 0യും y 6ഉം ആവുന്ന സമയത്താണ്. ഇതാണ് നമുക്ക് കിട്ടിയത്. ഇതേപോലെ തന്നെ മക്കൾ എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ സാർ ഇവിടെ തന്നിട്ടുണ്ട്. സാറ് ആ ക്വസ്റ്റ്യനെ ഒന്ന് അനലൈസ് ചെയ്യാം. ഇത് നേരത്തെ തന്ന പോലെ തന്നെ മക്കൾക്ക് അറിയാം, സെറ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ 3 ഫംഗ്ഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് പോസിറ്റീവ് ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ അതേപോലെയുള്ള ചോദ്യങ്ങളാണ്. ഇത് ചെയ്തിട്ട് മക്കളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇത് ചെയ്തിട്ട് മക്കളൊന്ന് കമന്റ് ചെയ്യണം. പ്രയാസങ്ങൾ ഉണ്ടാവോ, പ്രശ്നങ്ങൾ ഉണ്ടാവോ, ക്ലിയർ ആവൂലേ? ഓക്കെ അല്ലടാ? അപ്പോ അടുത്ത വീഡിയോവും ലൈവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.